ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായതോടെ ഗസ നിവാസികൾ ആശങ്കയിലാണ്. 2 കൊല്ലത്തിലേറെ നീണ്ട യുദ്ധവും കഴിഞ്ഞയാഴ്ച സംഭവിച്ച പ്രകൃതിക്ഷോഭവും സൃഷ്ടിച്ച ആകുലതകൾക്കിടയിലാണ് പുതിയ യുദ്ധഭീതി. ഗസയിൽ അതിശൈത്യം മൂലം ഒരു കുഞ്ഞുകൂടി മരിച്ചു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന്റെ നീക്കം വെടിനിർത്തലിന് വൻ ഭീഷണിയെന്ന് ഹമാസ് വ്യക്തമാക്കി. അവസാന ബന്ദിയുടെ മൃതദേഹം ഹമാസ് കൈമാറാതെ 2ാം-ഘട്ട ചർച്ച സാധ്യമല്ലെന്ന നിലപാടിലാണ് ഇസ്രായേലും അമേരിക്കയും. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ സൈനിക പദ്ധതിയുമായി പിടിമുറുക്കുകയാണ് ഇസ്രായേൽ. ലബനന് നേർക്കുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ 2 മരണവും നിരവധി പേർക്ക് പരിക്കേറ്റു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഇപ്പോൾ നമുക്കറിയാം ദുരിതത്തിലായിരുന്ന ഗസയിലെ മനുഷ്യരാണ് വീണ്ടും അതിനേക്കാൾ വലിയ ദുരിതത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ഷോഭം ഒരു ഭാഗത്തുണ്ട്. ഇസ്രായേലിന്റെ അതായത് അവസാന ബന്ദിയെ കൈമാറാതെ ഒരു വെടിനിർത്തൽ ഇല്ലെങ്കിൽ അടുത്ത ഘട്ടം എന്നുള്ളതിലേക്കൊന്നും ഇസ്രായേലും പോകാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കുന്നു. ഈ ഘട്ടത്തിൽ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? വലിയ തോതിലുള്ള അനിശ്ചിതത്വം ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. വെടിനിർത്തലിന്റെ ഭാവിയെ തന്നെ ആശങ്കപ്പെടുത്തുമാറാണ് ഇരുഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നിട്ട് 2 മാസത്തിലേറെയായി തുടരുന്ന വെടിനിർത്തൽ വേളയിൽ 800-ലധികം തവണയാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും അതിന്റെ ഭാഗമായിട്ട് 394 പലസ്തീനികളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റു വ്യവസ്ഥകൾ പലതും ലംഘിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. 28 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് 27 പേരെ അവരുടെ മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഒരു മൃതദേഹം കണ്ടെത്താനുള്ള നീക്കം ഇനിയും വിജയിച്ചിട്ടില്ല. കാരണം മൃതദേഹം തിരക്ക് പിടിച്ച നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും മൃതദേഹം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇപ്പോൾ പോലും ആ തെരച്ചിൽ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ മൃതദേഹം കൂടി ലഭിക്കുന്നത് വരെ 2ാം-ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു നീക്കവും മുന്നോട്ട് കൊണ്ടുപോവുകയില്ല എന്ന് അമേരിക്ക ഇന്നലെ UN രക്ഷാസമിതിക്ക് മുമ്പാകെ തന്നെ വ്യക്തമാക്കി. ഇസ്രായേലും അതേ നിലപാടിൽ തന്നെയാണ് തുടരുന്നത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിരന്തരമായിട്ടുള്ള വെടിനിർത്തൽ ലംഘനം തുടരുന്ന ഒരു ഇസ്രായേലുമായിട്ട് ഇനിയും തുടർ ചർച്ചകൾ നടത്തുന്നതിൽ വലിയ കാര്യമില്ല എന്നൊരു പ്രതികരണത്തിലേക്ക് ഹമാസും എത്തിച്ചേർന്നിട്ടുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോഴും ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര കണ്ട് അത് വിജയിക്കുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും വീണ്ടും യുദ്ധം പുനരാരംഭിക്കുമെന്ന ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം 2 കൊല്ലത്തിലേറെ നീണ്ട കൊടിയ യുദ്ധം, അതിന് പിന്നാലെ കഴിഞ്ഞ ആഴ്ച രൂപപ്പെട്ട പ്രകൃതിക്ഷോഭം, അതിലൂടെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ നിലനിൽക്കെ ഇനിയും ഒരു യുദ്ധത്തിലേക്കാണ് ഗസ നീങ്ങുന്നതെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ജനതയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അത്രയും തീഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഗസ ജനത കടന്നു പോകുന്നത്. ധന്യ, SMCI ചർച്ചകളുമായി ബന്ധപ്പെട്ട് അതായത് മധ്യസ്ഥ രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ചർച്ചയിൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന കാര്യം ഈ ബന്ദിക്കാര്യത്തിൽ മാത്രം നിന്നുകൊണ്ട് 2ാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അമേരിക്കയും എത്തിയെന്ന് മനസ്സിലാക്കുന്നു. മറ്റു രാജ്യങ്ങൾ ഇതിലെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തന്നെ ഈ മാസം 29-നാണ് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തേണ്ടത്. ആ ചർച്ചയിലാണ് 2ാം-ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കുക എന്നാണ് അമേരിക്കയും ഇസ്രായേലും അറിയിച്ചിരുന്നത്. പക്ഷെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ അവസാന ബന്ദിയുടെ മൃതദേഹം അത് കണ്ടെത്താത്തൊരു സാഹചര്യത്തിൽ ഇനിയുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കുമെന്നൊരു ബിന്ദുവിലേക്കാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചുരുങ്ങുന്നത്. ഇത് മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഇനിയും ഈ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഇസ്രായേലിനെ ഈ തുടർച്ചയായിട്ടുള്ള ലംഘനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഗസയിൽ വീണ്ടും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് പശ്ചിമേഷ്യൻ സമാധാനത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഇനി ഏത് പ്രതികരണം ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും ഈ തുടർ ചർച്ചകൾ നിലനിൽക്കുന്നത്. എന്തായാലും 29-ന് വൈറ്റ് ഹൌസിൽ നടക്കുന്ന ആ ചർച്ച എന്തായാലും മുന്നോട്ട് പോകും. പക്ഷെ അത് 2ാം-ഘട്ട വെടിനിർത്തലിലേക്ക് എത്ര കണ്ട് നീങ്ങും എന്നത് സംബന്ധിച്ച തികഞ്ഞ അവ്യക്തതയാണ് ഈ രാത്രിയിലും നിലനിൽക്കുന്നത്.